ഞാൻ പറഞ്ഞത് ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്, നിയമപരമായ നിരവധി അതോറിറ്റി ഉണ്ട്. ഒരു അതോറിറ്റിയുടെ മുന്നിലും കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ദയവായി ശ്രീ രാജു പി നായർ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും കൊടുത്ത പരാതിയുടെ കോപ്പി ഒന്ന് പൊതുസമൂഹത്തിലേക്ക് വിടുക, അല്ലെങ്കിൽ ഈ ആങ്കർക്ക് തന്നെ അയച്ചു കൊടുക്കുക. അരുണേ, അയ്യപ്പദാസിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. 28-ാം തീയതി രാവിലെ 10:30 മണിക്ക് കേരളത്തിന്റെ DGPക്കും തൃശൂർ കമ്മീഷണർക്കും ഉൾപ്പെടെ ഗോകുൽദാസ് ഗുരുവായൂർ അയച്ച പരാതി 28-ാം തീയതി രാവിലെ 10:30 മണിക്ക്. നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? നിങ്ങൾ പറയുന്ന പച്ചക്കള്ളമല്ലേ? 29-ാം തീയതി പരാതി വന്നുകൊണ്ടാണെന്ന് പറഞ്ഞല്ലേ പറയുന്നത്? 28-ാം തീയതി നിങ്ങൾക്ക് അയച്ച പരാതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? അരുൺകുമാറെ, കള്ളം പറയരുത്. നിങ്ങൾ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ, കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ശ്രീ അരുൺകുമാർ, ഞാൻ ഇത്രയും പറഞ്ഞത് വെറും ന്യായീകരണമായിരുന്നു. ഓക്കെ, ഇല്ല, നമുക്ക് വസ്തുത വെച്ച് സംസാരിക്കാം. അങ്ങ് പറഞ്ഞ പോലെ 10:42 28 സെപ്റ്റംബർ 10:42 ഗോകുൽ ഗുരുവായൂർ കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർക്ക് അടക്കം DGPക്ക് അടക്കം പരാതി കൊടുത്തിട്ടുള്ളത് ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്യവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആത്മബലിംഗനും ആത്മാഭിമാനമുണ്ടെങ്കിൽ അരുൺകുമാർ ജനങ്ങളോട് മാപ്പ് പറയണം. എന്താ പറഞ്ഞത്? 29-ാം തീയതി കിട്ടിയപ്പോൾ FIR കിട്ടിയപ്പോൾ അപ്പം തന്നെ ഞാൻ ആദ്യം തന്നെ 28-ാം തീയതി വൈകുന്നേരം ഗോകുൽദാസ് ഗുരുവായൂർ അയച്ച പരാതിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അയ്യപ്പദാസിനെ അയച്ചിട്ടുണ്ട്. 27 സെപ്റ്റംബർ 7:22 ബിപിൻ മാമൻ പത്തനംതിട്ട DCC ജനറൽ സെക്രട്ടറി DGPക്കും പത്തനംതിട്ട SPക്കും പരാതി കൊടുത്തു. 27-ാം തീയതി വൈകുന്നേരം 7:22. 28-ാം തീയതി വസന്ത് തെങ്കുംപള്ളി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. സ്വന്തം ലെറ്റർ ഹെഡിൽ DGPക്ക് 28-ാം തീയതി പരാതി കൊടുത്തു. 28-ാം തീയതി തിരൂർ പോലീസ് സ്റ്റേഷനിൽ വൈശാഖ് അപ്പോൾ 28-ാം തീയതി പരാതി കൊടുത്തു. നിങ്ങളപ്പോൾ അരുൺകുമാറെ 29-ാം തീയതി പരാതി കിട്ടിയപ്പോൾ ഞങ്ങൾ ആക്ട് ചെയ്തു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമല്ലേ? നിങ്ങളല്ലേ BJPയേക്കാൾ വലിയ വിഷയം? ഈ നാടിന്റെ ഒരു നേതാവിനെ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, അത് സംഘപരിവാറിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച നേതാവിനെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ കേസെടുക്കാൻ പോലും നിങ്ങൾ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ചാനൽ ചർച്ചയിൽ വന്ന് പച്ചക്കള്ളം പറയാണ്. എന്നിട്ട് പിണറായി വിജയന്റെ തലയ്ക്ക് ആരോ എന്തോ പറഞ്ഞു. എന്തിനാണ് ആ തല? എന്തിന്? ഈ തെരഞ്ഞെടുപ്പ് ഫാസിസത്തിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടന്നപ്പോ ആ 2ാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കെട്ടും കെട്ടി സിംഗപ്പൂർ ടൂർ പോയ പിണറായി വിജയനെ ആർക്ക് എന്ത് ചെയ്യാനാ? എന്നിട്ട് മംഗലാപുരത്ത് പോയി പ്രസംഗിച്ചു. അരുൺകുമാറെ, നാണമെന്ന് പറഞ്ഞുണ്ടോ? ഭോപ്പാലിൽ നിന്നും ഡൽഹിയിൽ നിന്നും രാത്രിക്ക് രാത്രി ഓടിപ്പോയ പിണറായി വിജയനോട് സിദ്ധരാമയ്യ പറഞ്ഞു, നിങ്ങൾ സംഘപരിവാറിനെതിരെ സംസാരിക്കുമെങ്കിൽ ഞാൻ സംരക്ഷണം തരാം, നിങ്ങൾ വന്ന് പ്രസംഗിക്കൂ എന്ന് പറഞ്ഞു. മംഗലാപുരത്ത് സിദ്ധരാമയ്യയുടെ ആയിരക്കണക്കിന് പോലീസുകാരെ ചുറ്റും നിർത്തിയിട്ടാണ് ഈ ഭീരു വർഗീയവാദിയായിട്ടുള്ള പിണറായി വിജയൻ അവിടെ വന്ന് പ്രസംഗിച്ചത്. എന്നിട്ട് അതെടുത്തോണ്ട് എഴുന്നള്ളിക്കാൻ അരുൺകുമാറെ അല്പമെങ്കിലും ഉളുപ്പ് എന്ന് പറഞ്ഞത് വേണം. മനസ്സിലായില്ലേ? നിങ്ങൾ BJPയുടെ സംരക്ഷകനാണ്. BJPക്ക് വേണ്ടി ഇവിടെ വർഗീയത പരത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി വർഗീയത പ്രോത്സാഹിപ്പിക്കുന്ന വർഗീയവാദിയാണ് പിണറായി വിജയൻ. ഈ നാട് തമ്മിലടിച്ചു മുടിഞ്ഞാൽ അതിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ടുണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കുന്ന RSSനേക്കാൾ ചിന്തയുള്ള തീവ്രവാദ ചിന്തയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇതിനുള്ള മറുപടി എടുത്ത ശേഷം ഇടവേളയിലേക്ക് പോവാം. ശ്രീ അരുൺ, ഇത്ര തന്നെ സമയം താങ്കൾക്ക്. ഒന്ന്, താങ്കൾ ആദ്യം പറഞ്ഞ ഇന്നലെ പരാതി ഇന്നലെ നടപടി എന്നതല്ല ശരി എന്നുള്ളതാണ് ശ്രീ രാജു ആവർത്തിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലേതെങ്കിലും പരാതി ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞാൽ മനോരമ എനിക്ക് 2 മിനിറ്റ് നാളെ തരണം. ഞാൻ പരസ്യമായിട്ട് ജനങ്ങളോട് മാപ്പ് പറയാം. ഏതെങ്കിലും അയച്ചിട്ടില്ലാത്തതാണ് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയാം. 2 ദിവസമല്ല, ഒരാഴ്ച, 2 മിനിറ്റ് അല്ല, ഒരാഴ്ച താങ്കൾക്ക് തരും മനോരമ. താങ്കൾ മാപ്പ് ഒരുപാട് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, CPM-ഉം BJPയും തമ്മിൽ വലിയ ഡീലാണ് എന്നതിലേക്കാണല്ലോ പറഞ്ഞു വന്നെ. നിങ്ങൾക്ക് ഇപ്പൊ BJPക്കെതിരെ ഒരു പ്രതിഷേധം ശ്രീ അരുൺ, നമ്മൾ പോയിന്റായി സംസാരിക്കുമ്പോൾ അത് വേണം. താങ്കൾ പറഞ്ഞു ഒരു പരാതി കിട്ടി അപ്പം എടുത്തു, അങ്ങനെ അല്ലെന്നാണ് ശ്രീ രാജു പറയുന്നത്. താങ്കൾ അതിനൊന്ന് കൗണ്ടർ ചെയ്യൂ.
ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇനി ഈ സംഭവത്തിന് മുമ്പേ മുതൽ പരാതി ഉണ്ടെന്ന് പറയും കോൺഗ്രസ്സുകാർ. ഇന്ന് കൃത്യമായി കേരളത്തിന്റെ സമയമെടുത്ത് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളുടെ കാര്യമാണ് ശ്രീ രാജു പറയുന്നത്. മര്യാദകേടാണ്. നിങ്ങൾ ഇത്രയും നേരം 2 പ്രതിനിധികൾ പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നു. ഇത് മര്യാദകേടാണ്, മര്യാദകേട്. എന്ത് മര്യാദകേട്? എന്ത് മര്യാദകേട്? താങ്കളുടെ പോയിന്റ് എന്തായിരുന്നു? ശ്രീ രാജു ദയവായി ഒരു സെക്കൻഡ്. ശ്രീ രാജു ദയവായി താങ്കൾ ഒന്ന് അടങ്ങണം. ഒരു സെക്കൻഡ്. ശ്രീ രാജു പ്ലീസ്, ഞാൻ ചോദിക്കും. ശ്രീ രാജു പ്ലീസ്. ശ്രീ അരുൺ, ഇത് താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇത് പറയുന്നത്? താങ്കളുടെ പോയിന്റ് എന്തായിരുന്നു? പരാതി വന്നു, നടപടിയെടുത്തു. അതല്ലെന്നാണ് ശ്രീ രാജു ഈ പാർട്ടിയുടെയും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ നേതാക്കളുടെ സമയമടക്കം പറയുന്നത്. അതിന് മറുപടി കൊടുക്കണ്ടേ? ആ മറുപടി അല്ലേ മിസ്റ്റർ ഞാൻ പറഞ്ഞു തുടങ്ങിയത്? ആ സമയത്തല്ലേ താങ്കൾ ഒരു വാചകം പോലും നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കണോ? ആ മറുപടി അല്ല പറഞ്ഞു തുടങ്ങിയത്. ഞാനാ തീരുമാനിക്കണേ? ഞാനാ കേൾക്കുന്നത്. അല്ല മിസ്റ്റർ, ഞാൻ പറഞ്ഞു വരുന്ന മറുപടി എന്താണ് എന്ന് എനിക്കറിയാം. എനിക്ക് 2 പേർ ഈ ഇവിടെ CPM-നെയും ഗവൺമെന്റിനെ ആക്രമിക്കാൻ ചർച്ച ചെയ്യുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് മൈ പ്രൊറോഗേറ്റീവ്, നോട്ട് മനോരമാസ് പ്രൊറോഗേറ്റീവ്. മനോരമയല്ല തീരുമാനിക്കണം ഞാൻ എന്തു പറയണമെന്ന്. സൗകര്യം കേട്ടാൽ മതി. ഞാൻ പറയുക എന്തു പറയണമെന്ന്. 20 മിനിറ്റ് ഞാൻ കേട്ടു 2 പേരെയും. ഇവിടെ CPM-നെ അപകീർത്തിപ്പെടുത്താനും ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനും എന്ത് തോന്നിവാസവും പറയാം. അതിനുശേഷം അതിന് മറുപടി പറയാൻ പാടില്ല. ചില ചോദ്യങ്ങൾക്ക് സെലക്ടീവ് ചോദ്യത്തിന് മാത്രമേ മറുപടി പറയാൻ പറ്റൂ. ഇതന്നെ ED-യുടെ ചോദ്യം ചെയ്യലാണോ? അല്ലല്ലോ. ഇവിടെ പറഞ്ഞു BJP-യും കോൺഗ്രസും ശ്രീ രാജു പ്ലീസ് താങ്കൾ സഹകരിക്കാം. മറുപടി പറയേ അരുൺകുമാറെ. ശ്രീ രാജു, ഞാൻ അല്ലെങ്കിൽ ദയവായി സഹകരിക്കണം, അല്ലെങ്കിൽ എനിക്ക് താങ്കളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വരും. ദയവായി അങ്ങനെ ഒരു സെക്കൻഡ്. ശ്രീ രാജു പ്ലീസ്. ആരാണ് ഷാഗയ്ക്ക് കാവൽ നിന്ന്? ഞങ്ങളുടെ 250ഓളം പ്രിയപ്പെട്ട സഖാക്കളെ കൊന്നെടുക്കുമ്പോൾ ശ്രീ രാജു ഇത് ശരിയല്ല. ഞാൻ ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. ഞാൻ ആവർത്തിച്ച പ്രശ്നങ്ങൾ പറയുകയാണ്. ഇവിടെ മൈക്ക് മ്യൂട്ടിംഗ് ഒരു പരിപാടി ഇല്ല, പക്ഷേ ഇങ്ങനെ പോകാൻ പറ്റില്ല. ശ്രീ രാജു ദയവായി സഹകരിച്ചേ പറ്റൂ. നമുക്ക് ശ്രീ അരുണിനോട് ചോദിക്കാം. ഒരു സെക്കൻഡ് ചെറിയ ബ്രേക്ക് എടുത്ത് പെട്ടെന്ന്. നമ്മൾ ഈ അടുത്ത് എറണാകുളത്തുള്ള ഒരു MLA-യും ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു ആരോപണത്തെ സംബന്ധിച്ച് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പോയല്ലോ. ആ പരാതി കോടതിയിൽ ചെന്നപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ FIR ഇട്ട് തിരുവനന്തപുരത്ത് ഇവിടെ എത്തുന്നതിന് മുൻപുള്ള സമയത്തിന് പോലും പോയിട്ട് എങ്ങനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്നല്ലേ ചോദിച്ചത്? ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ ഒരു സെക്കൻഡ് പോലും അലംഭാവമില്ലാതെ നിയമത്തെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആ വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിന് വന്നപ്പോഴാണ് ആ കേസ് അവിടെ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഇല്ലേ? അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ? വിദ്വേഷത്തും വെറുപ്പിനുമെതിരെ ഈ സർക്കാരിന് യാതൊരു നയവും ഇല്ല. അതിപ്പോ തെളിഞ്ഞാലല്ലോ. രാഹുൽ ഗാന്ധി എന്തിനാ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നത്? അദ്ദേഹം പറഞ്ഞത് വിദ്വേഷത്തിന്റെ. നമുക്കത് തുടർന്ന് സംസാരിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഇപ്പൊ നോക്കൂ, നമ്മൾ ഈ ഗൗരി ലങ്കേഷ് അടക്കമുള്ള ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദശാബ്ദത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ശരി, ഇതൊന്ന് പറഞ്ഞു നിർത്തോട്ടെ. കേരളത്തിനകത്തേക്ക് ആ യാത്ര കടന്നപ്പോഴത്തേക്ക് വിദ്വേഷത്തിനും വെറുപ്പിനും എതിരെയുള്ള രാഷ്ട്രീയ യാത്ര കടന്നുപോയപ്പോൾ BJP-ക്ക് തോന്നുന്നതിന് മുമ്പ് ഇത് തങ്ങൾക്കെതിരെയാണെന്ന് തോന്നിയ പാർട്ടിയാണ് CPM. അതുകൊണ്ടാണല്ലോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കേരളത്തിനകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഈ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ, അല്ലെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ഇന്ന് 2 ഘടകകക്ഷികളുടെ കൂട്ടും പിടിച്ച് ഭരണത്തിലെത്തിക്കാൻ കാരണമായ ഭാരത് ജോഡോ യാത്രയെ കണ്ടെയ്നർ യാത്ര എന്ന് പറഞ്ഞ് പരാമർശിച്ചു ഇല്ലേ? ഈ ഏലംകുളം ഇതിലെ കൂടി പോയപ്പോ അവിടെ എഴുതി വെച്ച പോസ്റ്ററുകൾ നമുക്കറിയാലോ. BJP എതിർക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വെറുപ്പിനും വിദ്വേഷത്തിനും എതിരായിട്ടുള്ള യാത്രയെ വിമർശിച്ച, കണ്ടെയ്നർ യാത്രയെന്നും പൊറോട്ട യാത്ര എന്ന് പറഞ്ഞ് വിമർശിച്ച CPM ആണ്. കാരണം ഇവർക്കറിയാം വെറുപ്പും വിദ്വേഷത്തിനുമെതിരെ ഈ നാട്ടിൽ ആരെങ്കിലും സംസാരിച്ചാൽ BJP-യോടൊപ്പം ഞങ്ങളും പ്രതിസ്ഥാനത്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുക എന്നുള്ളതും അതിന് BJP-ക്ക് ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതും. ശരി, താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ രാജു പിന്നാർ. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ ഗൗരി ലങ്കേഷിനടക്കം ജീവൻ നഷ്ടമായ സാഹചര്യത്തെ കുറിച്ച് എത്ര ചർച്ചകൾ നമ്മൾ നടത്തിയല്ലേ? അതായത് സർക്കാരുകൾ അവിടെ എന്ത് ചെയ്തു എന്നടക്കം ചോദ്യമൊക്കെ ഉന്നയിക്കുമ്പോഴാണ് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് ബംഗ്ലാദേശിൽ
എന്താണ് സംഭവിച്ച പോലെ ഇവിടെ സംഭവിക്കില്ല. കാരണം ബംഗ്ലാദേശിലെ ജനം സർക്കാരിനൊപ്പം ഉണ്ടായിരുന്നില്ല, ഇവിടെ സർക്കാരിനൊപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായി രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും, ഒരു സംശയവും വേണ്ട. ഇവിടെ ഒരു ജൻസി ഒരു ചുക്കും ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നത്, അതായത് പ്രതിഷേധങ്ങൾ പോലും അടിച്ചൊതുക്കുമെന്നുള്ള സൂചനയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, അതാണല്ലോ ഈ പറഞ്ഞ IPC വകുപ്പൊക്കെ പറയുന്നത്, തന്നെയാണ് എന്ന കാര്യം സംശയമില്ല.